കല്യാണം കഴിഞ്ഞ അതായത് അതിജീവിതയുടെ ഐഡന്റിറ്റി താങ്കൾ പുറത്ത് വിട്ടേനെ എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിട്ടേനെ. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യുവതിയും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തെറ്റുകാർ തന്നെയാണ്. സ്വർണ്ണപ്പാളിയും മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി ഒരു ഇരയാക്കിയതാണ് ഈ രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഈശ്വറും. പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. മെൻസ് അസോസിയേഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വക്താവ് കൂടിയാണല്ലോ രാഹുൽ ഈശ്വർ. പൂജപ്പുര ജയിലിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ എത്തി ഇത്രയേ ഉള്ളൂ. മെൻസ് കമ്മീഷന് വേണ്ടി നിരാഹാരം ഇരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ അകത്തേക്ക് പോകുന്നത്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. അതായത് നിങ്ങൾ പറയുന്ന പല വാദങ്ങളും നിയമത്തിന്റെ മുന്നിൽ നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ നിമിഷത്തിൽ താങ്കൾക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും നിയമം മാറണം എന്നുള്ളതാണ്. ഇപ്പൊ രാഹുൽ ഈശ്വർ എന്താണ് ഇവിടെ തെറ്റ് കാണിച്ചതെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുക. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ വിട്ടിട്ടില്ല, പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വിട്ടിട്ടില്ല, മറ്റു ഡീറ്റെയിൽസ് ഒന്നും വിട്ടിട്ടില്ല. അത് ശരിയാ അല്ലേ? പക്ഷേ ഈ പറയുന്ന യുവതി ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ആ സ്ത്രീയെയാണ് നമ്മൾ ഇര അതിജീവിത എന്നൊക്കെ പറയുന്നത്. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് ഒറ്റവാക്കി പറഞ്ഞാൽ എനിക്ക് മുഴുമിപ്പിക്കുന്നതിന് മുന്നേ ഇടപെടേണ്ടി വരും. ഒന്ന്, ഇപ്പം കറുത്തട്ടാണ് അതിന്റെ പേര് കാക്കയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, കാക്ക എന്ന പേര് പറയില്ല എന്ന മട്ടിലാണ് രാഹുൽ ഈശ്വറിന്റെ കാര്യം. രാഹുൽ ഈശ്വർ ഇട്ട വീഡിയോകൾ വഴി ആ കുട്ടി ആരാണെന്ന് വ്യക്തമാകുകയും വായിക്കുന്നവർക്കെല്ലാം വ്യക്തമാകുകയും ആ ഫോട്ടോ ഏത് തരത്തിലാണ് പരന്ന് നടന്നത് എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ. കേട്ടല്ലോ, അതെ എനിക്കും പറയാനുള്ളൂ. അപ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. കാര്യം ആ കുട്ടിയെ നേരിട്ട് അറിയാമെന്നുള്ളവർക്ക് അറിയാമായിരിക്കും. പക്ഷേ എനിക്കിതേവരെ മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഫോട്ടോ ഇട്ടിട്ടില്ല, അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ല. അഞ്ജലിക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ്. ഒരുപക്ഷെ എനിക്കാണ് ഇവ കാര്യങ്ങൾ അറിയാവുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് പൊതുമധ്യത്തിൽ അത് കൊടുത്തേനെ. കാരണം ഇതൊക്കെ എന്ത് കല്യാണം കഴിഞ്ഞ അതായത് അതിജീവിതയുടെ ഐഡന്റിറ്റി താങ്കൾ പുറത്ത് വിട്ടേനെ എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിട്ടേനെ, ഇതിനു മുന്നേ വിട്ടേനെ. ഭയങ്കരമായ ആള്. ഒറ്റ മിനിറ്റ്, അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്തു വിടുന്നത് നിയമവിരുദ്ധമാണെന്ന് താങ്കൾക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ആ നിയമം വേണമെങ്കിൽ മാറ്റിക്കോട്ടെ, താങ്കളാണെങ്കിൽ ഐഡന്റിറ്റി പുറത്തു വിട്ടേനെ എന്നാണോ? തീർച്ചയായിട്ടും ഭയങ്കരം തന്നെ വിജയ, ഭയങ്കരം തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ പുരുഷന്മാരെ ചതിക്കുവാനും വഞ്ചിക്കുവാനും ആത്മഹത്യയിലേക്ക് തള്ളിവിടാനും അതിന് കൂട്ടുനിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് തന്നെയാണ് കാരണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവായിട്ടൊരു വ്യക്തി, അയാൾ ആരെന്ന് പോലും അറിയില്ല, അയാൾ ഇത്രയും എന്തുമാത്രം സഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വേറൊരു യുവാവിൽ നിന്ന് ഗർഭം ധരിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? നമ്മളൊന്ന് ചിന്തിക്കണ്ടേ. ഒരു വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി ഒരു MLA-യുടെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കുന്ന ഒരു ഭർത്താവിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വേദന യഥാർത്ഥത്തിൽ ഈ യുവതിയുടെ ഭർത്താവാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആ ഭർത്താവ് നിലനിൽക്കെ കാമുകനുമായിട്ട് വേറൊരാളുമായിട്ട് പ്രണയം നടിക്കുക, അതിൽ ഗർഭം ധരിക്കുക, അയാളെ ജീവിതത്തെ അപമാനിച്ചതിന് രാഹുൽ ഈശ്വർ പൂജപ്പുര ജയിലിനകത്താണ്. താങ്കൾ രാഹുൽ ഈശ്വറിനെ മറികടക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണോ നടത്തുന്നത്? അതെന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. താങ്കൾക്ക് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ അറിയില്ല, ഈ പെൺകുട്ടിയുടെ സ്വഭാവം അറിയില്ല, ഇതൊന്നും അറിയാതെ അപ്പോൾ എനിക്ക് പോലും അതിൽ നിരാശയുണ്ട്. കാരണം പലപ്പോഴും മാധ്യമങ്ങൾക്കെതിരെ വരുന്ന വലിയ വിമർശനം നമ്മൾ അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതിലൊരു കുറ്റബോധമാണ് തോന്നുന്നത് ഈ സമയത്ത്. ഇങ്ങനെയല്ല. മെൻസ് അസോസിയേഷൻ എന്നൊരു വാക്ക് പറയുമ്പോൾ അതിനെന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം വൃത്തികേട് വിളിച്ചു പറയാനുള്ളതല്ല മെൻസ് അസോസിയേഷന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സമരം എന്നൊക്കെയാണ് ഞാൻ അതായിരിക്കും താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു പശ്ചാത്തലവും ഇല്ല. രാഹുൽ ഈശ്വറിനേക്കാൾ അപ്പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ താങ്കൾ? രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തില്ലല്ലോ. അതല്ലേ, രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തുവെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയാം. പക്ഷെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്ത ഒരാളിനെ ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നത്? അതുപോലെ തന്നെ എത്രയോ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ കാണുകയല്ലേ, അവരുടെ കരച്ചിൽ കേൾക്കുകയല്ലേ. എന്തുകൊണ്ട് ഈ പുരുഷന്മാരുടെ വേദന മനസ്സിലാക്കുന്നില്ല?
അതാണ് എനിക്കറിയണ്ടേ. പുരുഷന്മാർ തന്നെ വലിയൊരു ഭാവം പുരുഷന്മാരുടെ വേദന മനസ്സിലാക്കുന്നില്ല. കാരണം അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത്തരം നിയമങ്ങളൊക്കെ കയ്യിലെടുത്ത് സ്ത്രീകൾക്കെതിരെ തോന്നിവാസം കാണിക്കാൻ നടക്കുന്നവർ മാത്രമാണോ നിങ്ങൾ ഈ വാദിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷ വിഭാഗം എന്നുള്ളത്? അതല്ലാത്തൊരു മറുവിഭാഗം ഇല്ലേ? അവരുടെ വിഷയങ്ങളല്ലേ ഡീൽ ചെയ്യേണ്ടത്? കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വിഭാഗക്കാരും നമ്മുടെ അടുത്ത് വരുന്ന കേസിൽ ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിവിധികൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട്. നിങ്ങൾ മാധ്യമ ശ്രദ്ധ, സമൂഹത്തിൽ ശ്രദ്ധ കിട്ടാൻ ഒറ്റയടിക്ക് സമൂഹത്തിന് വ്യക്തമാകും ആരാണ് തെറ്റുകാരെന്ന് പറയുന്നവർക്ക് വേണ്ടി എല്ലാം വാദിക്കാൻ ഇറങ്ങി. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. ദിലീപിന്റെ സ്ഥിതി ഈ തരത്തിൽ. ബോച്ചെ അകത്തുപോയി, രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് അറിഞ്ഞു, ഒരു MLA-ക്ക് ഒളിവിലിരിക്കേണ്ട സ്ഥിതി ഉണ്ടായി. ഈ പരസ്യ പിന്തുണ കൊടുത്ത് കുഴിയിലാക്കുകയാണോ ചെയ്തിരിക്കുന്നത്? ഒരിക്കലും അല്ല. ഈ ബോച്ചയുടെ കാര്യം പറഞ്ഞു. ബോച്ചെ ജയിലിൽ പോയി 2 ദിവസത്തിനകം ഇറക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം 2-3 ദിവസം, 4ാമത്തെ ദിവസം അദ്ദേഹം ഇറങ്ങി. അദ്ദേഹം ഒരുപാട് ജനപിന്തുണയോട് കൂടിയിട്ടാണ് ഇറങ്ങിയത്. അദ്ദേഹത്തിന് ഒരു നഷ്ടവും വന്നിട്ടില്ല. ഭീകരൻ കൊട്ടും ഭീകരൻ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണ് ചെയ്തത്? ഈ യുവതി ചെയ്യാത്ത എന്ത് തെറ്റാണ് ആ മാങ്കൂട്ടം ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണം രമണ. കാരണം വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഭർത്താവിനോടൊപ്പം ജീവിക്കേണ്ടതിന് പകരം ഒരു MLA-ക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ച് അയാളെ ചങ്ങാത്തം കൂടി അതിൽ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു. ഇത് നമ്മുടെ കേരളത്തിന് അപമാനമല്ലേ? ഇവിടുത്തെ സ്ത്രീകൾക്ക് അപമാനമല്ലേ? എത്രയോ സ്ത്രീകൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നു. ഒത്തിരി പേര് എന്നെ വിളിച്ച് പിന്തുണ പറയും. പിന്നല്ലാതെ ഇപ്പൊ ഒരു 24 മണിക്കൂറായിട്ട് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന നടിയുടെ വാർത്തയൊക്കെ പുറത്തു വരുന്നുണ്ട്. അജിത് കുമാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? രാഹുൽ ഈശ്വർ ചെയ്ത വീഡിയോയ്ക്ക് പിന്തുണ കിട്ടുന്നുണ്ട്, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് യാതൊരു മാറ്റമില്ല. ജനപിന്തുണയൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് പേരെ ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടാവാം. അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. സന്തോഷമായി. എന്തായാലും രാഹുൽ ഈശ്വർ 2 ദിവസത്തിനകം അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങും. കാര്യം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടമായാലും ശരി തന്നെയാണ്, അദ്ദേഹവും തെറ്റ് ചെയ്തിട്ടില്ല. അത് കലക്കി. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യുവതിയും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തെറ്റുകാർ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ചെയ്തത് തെറ്റല്ല. കാര്യം പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവരെ എങ്ങനെ തെറ്റ് പറയാൻ പറ്റും? ഇന്നത്തെ നിയമം അതല്ലേ നമ്മൾ അനുശാസിക്കുന്നത്. അപ്പൊ പിന്നെ ആ നിലയിൽ നിന്ന് നോക്കുമ്പോൾ കോൺഗ്രസ് പിന്തുണ കൊടുക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിങ്ങൾ വാദിക്കുന്നത് എന്ത് ബേസിലാണ്? എന്ത് ബേസിലാണെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ യുവതിയും തെറ്റുകാരിയാണ്. പ്രശ്നങ്ങൾ പറയുവാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായാൽ അപ്പം തന്നെ പ്രതികരിക്കണമായിരുന്നു. അല്ലാതെ അതിൽ ഒരു ഗർഭം ധരിക്കുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. സ്വർണ്ണപ്പാളിയും മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടി ഒരു ഇരയാക്കിയതാണ് ഈ രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഈശ്വറും. അതിൻ്റെ ഇരയാണ് ഇവർ രണ്ടുപേരും.